ഒരു കൊലപാതകി ജാമ്യത്തിൽ ഇറങ്ങി സ്വതന്ത്രനായി നമ്മുടെ വീടിന് മുന്നിലൂടെ നടക്കുമ്പോൾ ആ നിമിഷം ഇരയുടെ കുടുംബം അനുഭവിക്കുന്ന ഭയം എത്രത്തോളമായിരിക്കും. ഓരോ രാത്രിയും അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളത്തെ പ്രഭാതം കാണാൻ കഴിയുമോ എന്ന ഭയത്തിലായിരിക്കും. പാലക്കാട് നെന്മാറയിലെ പോത്തുണ്ടിയിൽ സുധാകരനും ആ ഭയമുണ്ടായിരുന്നു. കാരണം തന്റെ ഭാര്യയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ അയൽവാസിയായ ചെന്താമര ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇതൊരു കേവലം കൊലപാതക വാർത്തയല്ല, പകയുടെയും ചോരയുടെയും ഒടുവിൽ ഇന്നലെ കോടതി മുറിയിൽ മുഴങ്ങിക്കേട്ട നീതിയുടെ കഥയാണ് നെന്മാറ ഇരട്ട കൊലപാതകം. വെൽക്കം ടു ദ വീഡിയോ. ഈ ചോരക്കളിയുടെ തുടക്കം 2019 അയൽവാസികളായ ചെന്താമരയും സുധാകരനും തമ്മിൽ വഴിതർക്കത്തിന്റെ പേരിൽ ശത്രുത പതിവായിരുന്നു. എന്നാൽ ആ ശത്രുത ചെന്താമരയുടെ മനസ്സിൽ വളർന്നത് ഒരു രാക്ഷസനെ പോലെയാണ്. 2019 ഓഗസ്റ്റ് 31 സുധാകരന്റെ ഭാര്യ സജിതയെ ആ പകയുടെ പേരിൽ ചെന്താമര അതിക്രൂരമായി കൊലപ്പെടുത്തി. ഒരു ഗ്രാമത്തെ മുഴുവൻ നടുക്കിയ ആ കൊലപാതകത്തിന് ശേഷം ചെന്താമര അഴിക്കുള്ളിലായി. ആ കുടുംബം സമാധാനിച്ചു, നീതി ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ നിയമത്തിന്റെ പഴുതുകളിലൂടെ ചെന്താമര ജാമ്യത്തിൽ പുറത്തിറങ്ങി. അയാൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു. എന്നാൽ സുധാകരന് തന്റെ ജീവനും പ്രായമായ അമ്മയും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. തന്റെ ഭാര്യയുടെ കൊലപാതകത്തിലെ പ്രധാന സാക്ഷിയും സുധാകരൻ തന്നെയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആ നാട് വീണ്ടും ഒരു ദുരന്തത്തിലേക്ക് നടന്നു നീങ്ങുകയാണെന്ന് ആരും അറിഞ്ഞില്ല. 2025 ജനുവരി 27 ഒരു സാധാരണ പ്രഭാതം. പക്ഷേ സുധാകരന്റെ വീടിന് മുന്നിൽ ചെന്താമര ഒരു വടിവാളുമായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഭാര്യയെ നഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ആ 58-കാരനെ സ്വന്തം വീടിന് മുന്നിൽ വെച്ച് അയാൾ വെട്ടിവീഴ്ത്തി. അത് തടയാൻ ശ്രമിച്ച സുധാകരന്റെ 75 വയസ്സുള്ള അമ്മ ലക്ഷ്മിയെയും ആ രാക്ഷസൻ വെറുതെ വിട്ടില്ല. ആ വയോധികയെയും സ്വന്തം മുറ്റത്ത് ചോരയിൽ കുളിച്ചു വീണു. ആദ്യത്തെ കൊലപാതകത്തിലെ പ്രധാന സാക്ഷിയെ തന്നെ അയാൾ ഇല്ലാതാക്കി. ഒരേ കുടുംബത്തിലെ 3 പേർ വർഷങ്ങളുടെ ഇടവേളയിൽ ഒരുത്തന്റെ പകയ്ക്ക് മുന്നിൽ പിടഞ്ഞു വീണു മരിച്ചു. ഇന്നലെ ജൂലൈ 20 പാലക്കാട് 4th അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നെന്മാറ കേസിൽ വിധി കേൾക്കാൻ എല്ലാവരും കാത്തു നിൽപ്പുണ്ട്. പ്രതിക്കൂട്ടിൽ ചെന്താമര യാതൊരു കൂസലുമില്ലാതെ നിൽപ്പുണ്ട്. താൻ ചെയ്ത കൊടും ക്രൂരതയിൽ അയാൾക്ക് ഒരു തുള്ളി കുറ്റബോധം പോലുമില്ലായിരുന്നു. കോടതിയിൽ അയാൾ പറഞ്ഞത് കേട്ട് നിയമം പോലും ഞെട്ടിപ്പോയി. ഞാൻ മഹാത്മാഗാന്ധിയൊന്നുമല്ല, എന്നെ ആക്രമിച്ചാൽ ഞാൻ തിരിച്ചടിക്കും. ചെന്താമരയെ പോലെയുള്ള ആളുകളെ ജീവിക്കാൻ അനുവദിക്കുന്നത് ഈ സമൂഹത്തിന് തന്നെ വലിയ ആപത്താണെന്ന് പ്രൊഫഷണൽ ഓഫീസറും റിപ്പോർട്ട് നൽകി. ഒടുവിൽ ജഡ്ജി കൊന്നത്ത് ജോർജ് ആ സുപ്രധാനമായ വിധി പ്രസ്താവിച്ചു. വധശിക്ഷ ഒപ്പം 20 ലക്ഷം രൂപ പിഴയും നൽകണം. ഈ തുക അനാഥരായ സുധാകരന്റെ പെൺമക്കൾ അതുല്യയ്ക്കും അഖിലയ്ക്കും നഷ്ടപരിഹാരമായി നൽകണം. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞു. 2019 സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ മുൻപ് തന്നെ ഇയാൾക്ക് ഇരട്ട ജീവപര്യന്തം ലഭിച്ചിരുന്നു. ഇപ്പോൾ വധശിക്ഷയും. ഒരുപക്ഷെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ യാതൊരു അർഹതയുമില്ലാത്ത ഒരു ക്രിമിനലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഈ വിധിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ വാർത്താ വിശകലനങ്ങൾക്കുമായി അൺഫിൽറ്റർഡ് ഫാക്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.